ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബ്രേക്കപ്പിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അതിനുള്ള റീസണാണ് ഇവിടെ 3 കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഏത് കാർഡാണോ അതൊന്ന് സെലക്ട് ചെയ്യുക. നമുക്കിനി കാർഡ്സ് ഓരോന്നായിട്ട് റീഡ് ചെയ്യാം. ആദ്യത്തെ കാർഡിലേക്ക് പോവാം. ഈ കാർഡിൽ പറയുന്നത് വെച്ചാൽ ഞാൻ ജയിക്കണം. ഇവിടെ ഒരു വാശിയാണ് നമുക്കിവിടെ കാണുന്നത്. 2 പേർക്കും വാശിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിട്ടുകൊടുക്കാത്തൊരു റിലേഷൻഷിപ്പാണ്. ഞാൻ പറഞ്ഞതാണ് ശരി, അല്ല നീ പറഞ്ഞതാണ് ശരി, അങ്ങനെ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വിട്ടുകൊടുക്കത്തില്ല ആരും. ശരി, നീ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഒരു സോറി പോലും പറയാൻ പരസ്പരം 2 പേർക്കും താല്പര്യമില്ല. ഇവിടെ 2 പേരും കുറ്റക്കാർ തന്നെയാണ്. അതായത് 50-50 ആണ്. 2 പേരുടെയും കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേർക്ക് ഈഗോ ഉള്ള ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. ജയിക്കണം, എനിക്ക് ജയിക്കണം, ഞാൻ അവനെക്കാളും വലിയ ആളാണ്, അതുകൊണ്ട് ഞാൻ ജയിക്കണം, അവൾ വളരെ ചെറിയ ആളാണ്, ഞാൻ ജയിക്കണം, അങ്ങനെ എപ്പോഴും വഴക്കിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അത് അങ്ങ് വിട്ടുകളയുകയാണ് ചെയ്തത്. നമുക്കിനി കാർഡ് നമ്പർ 2 റീഡ് ചെയ്യാം. ഈ ഒരു കാർഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഇമോഷണലി ഗ്യാപ്പുണ്ട്. നിങ്ങൾ മനസ്സ് തുറന്നൊന്നും പരസ്പരം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അയ്യോ ഞാൻ സംസാരിച്ചാൽ അത് കൂടുതൽ വഴക്കിലേക്ക് പോവോ എന്നുള്ളൊരു പേടിയിൽ അവിടെ എന്ത് പറ്റിയെന്നറിയാമോ, വലിയൊരു ഗ്യാപ്പായി. അതായത് എന്ത് പ്രശ്നം വന്നാലും ഫോൺ വെച്ചിട്ട് പോവും, എന്നോടൊന്നും സംസാരിക്കത്തില്ല, ഇത് തന്നെ. അപ്പോൾ എന്താ, പരസ്പരം തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. തെറ്റിദ്ധാരണ മൂലം അവൾ ഇങ്ങനെയാണ്, ഇവിടെ സ്വഭാവം ഇങ്ങനെ, എന്ത് പറഞ്ഞാലും അവളൊന്നും മിണ്ടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ, അവൻ എന്ത് പറഞ്ഞാലും എന്നോട് തിരിച്ചൊന്നും പറയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് ഇവിടെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. പരസ്പരം തുറന്നു പറയാതെ ഇരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത്. എന്നുവെച്ചാൽ പ്രശ്നം എന്തും ആവട്ടെ, തല പോന്ന കേസാണെങ്കിലും അങ്ങ് നമ്മൾ തുറന്ന് സംസാരിക്കുക. ഞാൻ ഇങ്ങനെ ആ പ്രശ്നം ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവിച്ചത്, എനിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല, നീ എന്നോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ സോറി, ഈ പ്രശ്നം ഇങ്ങനെയാണ്, നിനക്ക് എന്താ പറയാനുള്ളത്. അപ്പുറത്ത് ഇരിക്കുന്ന ഒരാളെ കേൾക്കാനോ കാണാനോ ഒന്നിനും ആർക്കും സമയമില്ലെന്നല്ല, അത് വലിയ വഴക്കാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ മൂലം എന്തുപറ്റി, ഈ റിലേഷൻഷിപ്പ് പോയി. പരസ്പരം സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിത്തുടങ്ങി. ഇനി സംസാരിച്ചാൽ ശരിയാവത്തില്ല, എന്നോട് സംസാരിച്ചാലേ അവസാനം വഴക്കാവുക, അങ്ങനെയൊക്കെയുള്ള സ്ഥിരം പല്ലവികളുണ്ടല്ലോ, അത് ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2. നമുക്ക് കാർഡ് നമ്പർ 3 പോകാം. ഈ ഒരു കാർഡിൽ നമുക്ക് കാണുന്നത് വെച്ചാൽ പക്വതയില്ലാത്തൊരു ലവ് ആണ്. 2 പേർക്കും ഒരു പക്വതയില്ലാതെ ചാടിക്കേറിയുള്ളൊരു ലവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം ജോബ്, കരിയർ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കത്തില്ല, എനിക്കെൻ്റെ കരിയർ നോക്കണം, എനിക്കെൻ്റെ ജോലി നോക്കണം, എൻ്റെ ഫ്യൂച്ചർ നോക്കണം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ളത്. ഞാൻ നിനക്ക് വേണ്ടി നിൽക്കത്തില്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രം, എനിക്ക് എൻ്റെ സ്വന്തം കാര്യം സിന്ദാബാദ്, അങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് ആളാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. ഇപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പരം പറയുവാണ്, ഒരു കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പോലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല. അതുമാത്രമല്ല, എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് ഒന്നും മാറാനും പറ്റത്തില്ല. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത്. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3. ഇതുപോലുള്ള ടാരോട്ടിന് വേണ്ടി പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.